കൂടുതൽ കലാമത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നേരത്തെ വിളിച്ച കുഞ്ഞു കലാകാരിയെ പരിചയം. മോളെ വാ, പേരെന്താ? അനന്തിക സുഭാഷ്. അനന്തിത സുഭാഷ്. ഏതാ ക്ലാസ്, ഏതാ സ്കൂള്, ഏതാ ജില്ല? 9ാം ക്ലാസ്, CGHS ചെമ്മനാട്, കാസർഗോഡ്. ഈ കാസർഗോഡ് നേരത്തെ വന്ന കുട്ടിയുടെ ആരെങ്കിലും ആണോ? അതെ അതെ, അവരുടെ റിലേറ്റീവ്സ് ആണ്. ട്വിൻസ് ആണോ? കസിൻ ആണ്. ഓക്കെ. അമ്മമ്മയുടെ കൊച്ചുമക്കൾ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട അമ്മമ്മയുടെ കൊച്ചുമക്കളാണ് രണ്ടുപേരും. രണ്ട് തീം എടുത്താണ് നാടോടി നൃത്തം അവതരിപ്പിച്ചത്. നമ്മൾ നേരത്തെ അത് പറയുകയും ചെയ്തു. സമകാലിക പ്രസക്തമായ വിഷയങ്ങളാണ് ഇവരൊക്കെ പല കലാരൂപങ്ങളായി നമുക്ക് മുൻപിലേക്ക് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നാടോടി നൃത്തത്തിന്റെ തീം? ഈ കോസ്റ്റ്യൂം ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ എന്താണ് ഊഹിച്ചെടുക്കേണ്ടത്? റാം കെയർ ഓഫ് ആനന്ദിയുടെ മല്ലിയുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അഖിൽ പി ധർമ്മജന്റെ ഏറ്റവും കൂടുതൽ ജെൻസി കിഡ്സ് ഏറ്റെടുത്ത നോവലായിരുന്നു റാം കെയർ ഓഫ് ആനന്ദി. അതിലെ മല്ലി എല്ലാവരുടെയും ഹൃദയം പിടിച്ചുടക്കിയ ഒരു ക്യാരക്ടറാണ് മല്ലി. മല്ലിയുടെ മരണം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മകളെ, സങ്കടങ്ങളെ, അങ്ങനെയുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും മല്ലിയെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ആ റാം കെയർ ഓഫ് ആനന്ദി ആ രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ മോളെ പെർഫോമൻസിലേക്ക് കിടക്കാം. ഓക്കെ മോളെ. ஓ, அந்த போலீஸாரன் போயாச்சா? அவங்கள ரொம்ப தொந்தரவு. മദിരാശി പട്ടണം ഇത് തമിഴ് പേശും തെരുവോരം, മറുപടി തെരുവിലെ മല്ലി പെണ്ണ്. അല്ലിയടർന്നൊരു പൂവിതൽ തുണ്ടുപോൽ ട്രാൻസ്ജെൻഡറാമി മല്ലിപ്പെണ്ണ്. സേലത്തുള്ളൊരു ആത്തൂര് ഗ്രാമത്തിൽ പിറന്നു ഞാനാൻ കുളന്തയായി. നാളുകൾ പോകെ മനസ്സിൽ ചാഞ്ചാട്ടം, ഈ ചാന്തും കൺമഷിയും കാണുമ്പോൾ ഒരു ഇളക്കം. ആരും കാണാതെ അമ്മതൻ സാരിയുടുക്കും, ജമന്തിപ്പൂചൊടി കൊട്ടൊന്നു കൊത്തും, പെണ്ണായൊരുങ്ങി ഞാൻ നൃത്തമാടും. അച്ഛനത് കണ്ട് പൊതിരെ തല്ലും, എന്ത് വിധി ഇത് ദൈവമേ, ആണോ ഞാൻ പെണ്ണോ, നീ തന്ന വികൃതമാം ജന്മമിതോ, നിനക്കും തെറ്റുകൾ പറ്റുമോ ദൈവമേ. ഒരു ദിനം രാത്രിയിൽ അച്ഛനുറങ്ങെ ഒളിച്ചോടി ഒരുവിധം മതിരാശിയെത്തി. ആടിയും പാടിയും വേലകൾ ചെയ്തും കാശണ്ണി വാങ്ങും തെറ്റാതെ, വീട്ടിലേക്കെന്നും കശയച്ചിടും ഒരു ദിനം പോലും മറക്കാതെ. പഠനത്തിൻ വിലയറിയും ഞാൻ അടുത്തുള്ള കോളേജിൽ ട്രാൻസ്ജെൻഡർ കോട്ടയിൽ നൃത്തം പഠിച്ചിടാൻ, നർത്തകിയായിടാൻ അഡ്മിഷൻ കിട്ടാനായി അപ്ലൈ ചെയ്തു. ഞാനേറെ ഭയക്കുമാ പോലീസുകാരൻ രാത്രിയിൽ എന്നെ തേടി വന്നിടും. ബെൽറ്റിനടിക്കും, സിഗരറ്റിനാൽ പൊള്ളിക്കും, ക്രൂരമാം സാഡിസ്റ്റ് വൈകൃതങ്ങൾ. ആ പോലീസുകാരന് ഞാൻ എന്നും ഒരു വേട്ടമൃഗം. തിരികെ വീട്ടിൽ പോകാനാശയേറെ, അച്ഛനും അമ്മയ്ക്കും മകളായിടേണം. എന്റെ പൊന്നനുജന് ചേച്ചിയായി മാറി ഇനിയുള്ള കാലം ജീവിക്കണം. ഞാൻ പുറപ്പെട്ടു പോന്നിട്ട് വർഷം 16. എന്റെ അനുജനിപ്പോൾ ഒരു ഡിഗ്രിക്കാരൻ. എന്നെ പോലുള്ള ജന്മങ്ങളെ മനസ്സിലാക്കിയിടാൻ അവന് സാധിക്കും. പോകുന്നു ഞാൻ ഇന്ന് വീട്ടിലേക്ക്. നിനക്കെങ്ങനെ ധൈര്യം വന്നടാ ഈ അറുവാണിക്കോലത്തിൽ വീട്ടിലേക്ക് വരാൻ? അടിപൊളി. റാം കെയർ ഓഫ് ആനന്ദി വായിച്ച ആരുടെയും മനസ്സിൽ നിന്ന് റാം ആയിരിക്കില്ല, ആനന്ദി ആയിരിക്കില്ല, മനസ്സിലേക്ക് എത്തിയത് മല്ലി ആയിരിക്കും. വായിച്ചിട്ടുണ്ടോ നോവല്? ആരെയാണ് ഇഷ്ടമായത്, റാമിനെയാണോ ആനന്ദിയാണോ? മല്ലിയാണ് ഇഷ്ടമായത്. അതുകൊണ്ടാണ് മല്ലിയുടെ പെർഫോമൻസുമായി വന്നത് അല്ലേ? ഓക്കെ, താങ്ക് യു മോളെ. നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. റിസൾട്ട് വന്നോ?
ഇല്ല വന്നിച്ച അപ്പോൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്യൂ. എ ഗ്രേഡ് തന്നെ കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ശരി. താങ്ക് യു മോളെ.